ഹായ്, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ എക്കോണമിയുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുന്ന ടീച്ചർ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തോരം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2012 മുതൽ 2021 വരെ നടന്നിട്ടുള്ള എക്സാമിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ടീച്ചർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ 1 വേർഡ് ഉണ്ട്, 2 മാർക്കിന്റെ 3 മാർക്കിന്റെ. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The policy of the government in relation to taxation and public expenditure to stabilize the economy is known as. അതായത് നികുതി, പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ നയങ്ങൾ, അതായത് നികുതിയുമായി ബന്ധപ്പെട്ടതും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെന്റിന്റെ നയങ്ങളെ പറയുന്ന പേരെന്താണ്? ബാങ്കിങ് പോളിസി ആണോ, മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം ആണോ, ഫിസ്ക്കൽ പോളിസി ഓർ ധനനയം ആണോ, ഇൻഡസ്ട്രിയൽ പോളിസി ഓർ വ്യാവസായിക നയം ആണോ? ഇതിൽ ഏതാണ് ആൻസർ? ഗവൺമെന്റിന്റെ നയങ്ങളെ നമ്മൾ എന്താണ് പറയാ? ഫിസ്ക്കൽ പോളിസിയാണ് കേട്ടോ. ഫിസ്ക്കൽ പോളിസിയെ മലയാളത്തിൽ ധനനയം എന്നാണ് പറയുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഈ മലയാളത്തിൽ എഴുതുന്ന കുട്ടികൾക്ക് ധനനയവും പണനയവും തെറ്റിപ്പോകരുത്. മോണിറ്ററി പോളിസിയാണ് പണനയം, അതായത് ബാങ്കുകളുടെ പോളിസി. നമ്മുടെ എക്കോണമിയെ സ്റ്റേബിൾ ആക്കി നിർത്താനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊള്ളുന്ന നടപടികളെ പറയുന്നതാണ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം എന്നുള്ളത്. ഗവൺമെന്റിന്റെ നയങ്ങളെ പറയുന്ന പേരെന്താണ്? ഫിസ്ക്കൽ പോളിസി ഓർ ധനനയം. ക്ലിയർ ആണല്ലോ? ഇത് 2020 ഡിസംബറിലെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താരിഫ് ഈസ് മീൻഡ് ബൈ. താരിഫ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്, അതായത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേലുള്ള നികുതിയാണോ താരിഫ്? ടാക്സ് ഓൺ എക്സ്പോർട്ടഡ് ഗുഡ്സ് ആണോ? കയറ്റുമതി ചെയ്ത സാധനങ്ങൾക്ക് മേലുള്ള നികുതിയാണോ? ക്വാണ്ടിറ്റി ഓഫ് എക്സ്പോർട്ടഡ് ഗുഡ്സ്, കയറ്റുമതി ചെയ്ത സാധനങ്ങളുടെ അളവിനെയാണോ ഈ താരിഫ് എന്ന് പറയുക? ഓർ നൺ ഓഫ് ദിസ്, ഇതൊന്നും അല്ല, വേറെ എന്തെങ്കിലും ആണോ ഉത്തരം എന്നാണോ? ഏതാണ് ഉത്തരം? താരിഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് താരിഫ്. അപ്പൊ ഈ ക്വാണ്ടിറ്റി എന്താ? ക്വാണ്ടിറ്റി ഓഫ് എക്സ്പോർട്ടഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മയുണ്ടോ? ക്വാട്ട. ക്വാട്ട ആൻഡ് താരിഫ് നമ്മൾ പഠിച്ചിരുന്നില്ലേ? ഓക്കെ, അപ്പൊ ടാക്സ് ആണ്, അതായത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേലുള്ള നികുതിയാണ് താരിഫ് കേട്ടോ. അടുത്ത ചോദ്യം, ഇതെല്ലാം ഈ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ശരി. The new economic policy introduced in India in 1991 liberalized many restrictions in industrial, financial and trade sectors. Explain them briefly. ഇതിന് 5 മാർക്കിന്റെ ചോദ്യമാണ്. ഇന്ത്യയിൽ അവതരിപ്പിച്ച പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വ്യവസായ, സാമ്പത്തിക, വ്യാപാര മേഖലകളിലെ നിരവധി നിയന്ത്രണങ്ങൾ ഉദാരവൽക്കരിച്ചു. അവ ചുരുക്കി വിവരിക്കുക. നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി പഠിച്ചപ്പോൾ അതിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ടീച്ചർ ഓരോന്നും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലിബറലൈസേഷന്റെ മാത്രം ടീച്ചർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ സെക്ടേഴ്സിലെയും റീഫോംസ് നടത്തിയത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് എന്നുള്ളത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം ഈസി ആയിട്ട് എഴുതാൻ പറ്റും. 5 മാർക്കിന്റെ ചോദ്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വ്യാവസായിക മേഖലയിലും അതുപോലെ സാമ്പത്തിക മേഖലയിലും വ്യാപാര മേഖലയിലും ഇൻഡസ്ട്രിയൽ, ഫിനാൻഷ്യൽ ആൻഡ് ട്രേഡ് സെക്ടേഴ്സിലൊക്കെ എന്തൊക്കെ റീഫോംസ് ആണ് വരുത്തിയിരിക്കുന്നത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഒരുപാട് വലിച്ചു വാരി എഴുതൊന്നും വേണ്ട, ഇമ്പോർട്ടന്റ് പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. വലിച്ചു വാരി എഴുതുന്നതിനേക്കാളും കോർ പോയിന്റ്സിനാണ് നമ്മൾ മാർക്ക് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ഇത് മാർച്ച് 2020 ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ലിബറലൈസേഷൻ പോളിസി. കണ്ടോ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു. മാർച്ചിലെ എക്സാമിനും ചോദിച്ചു, ഇംപ്രൂവ്മെന്റ് എക്സാമിനും ചോദിച്ചു അല്ലെ. ലിബറലൈസേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഓഫ് ഇന്ത്യ ആസ് എ പാർട്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ റീഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിലെ മാത്രം എഴുതിയാൽ മതിയാകും. അപ്പൊ നിങ്ങൾ നേരത്തെ 5 മാർക്കിന്റെ ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ എന്താ സുഖം, എന്താണ് എളുപ്പമാണ്.
ഇതിന്റെ ഉത്തരം എഴുതാനായിട്ട് അല്ലെ. ഇൻഡസ്ട്രിയൽ നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഓർഡർ വൈസ് ആയിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ റീഫോം മാത്രം ഇവിടെ എഴുതിയാൽ മതിയാകും. അപ്പൊ അതിനാണ് 3 മാർക്ക് ചോദിച്ചിരിക്കുന്നത്. മറ്റേത് ഇൻഡസ്ട്രിയലും ഫിനാൻഷ്യലും ട്രേഡ് സെക്ടറിലുള്ള റീഫോംസ് ചോദിച്ചിട്ടുണ്ട്, അതാണ് 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇതൊരു 5 മാർക്കിന്റെ ചോദ്യമാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഔട്ട്കം ഓഫ് ഗ്ലോബലൈസേഷൻ പ്രോസസ്. റൈറ്റ് എ നോട്ട് ഓൺ ഔട്ട്സോഴ്സിംഗ്. ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല, ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ഔട്ട്സോഴ്സിംഗ് ആണ് കേട്ടോ. റൈറ്റ് എ നോട്ട് ഓൺ ഔട്ട്സോഴ്സിംഗ്. എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്നുള്ളത് നമ്മൾ ഗ്ലോബലൈസേഷന്റെ ഭാഗത്ത് പഠിക്കുന്നതാണ്. വിശദമായിട്ട് ഒരു പാരഗ്രാഫ് എന്റെ ടെക്സ്റ്റിലുണ്ട്, അത് നിർബന്ധമായിട്ടും പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഐഡന്റിഫൈ എനി 2 റീസൺസ് വിച്ച് മെയ്ഡ് ഇന്ത്യ എ ഗുഡ് ഡെസ്റ്റിനേഷൻ ഫോർ ഗ്ലോബൽ ഔട്ട്സോഴ്സിംഗ്. ആഗോള പുറം കരാർ പണിയുടെ ഒരു നല്ല കേന്ദ്രമായി ഇന്ത്യ മാറിയതിനുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ തിരിച്ചറിയുക. നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചതാണ് അല്ലെ. എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ചോദ്യം കിട്ടി. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇത് 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. ചോദ്യം എങ്ങനെയായിരുന്നു? ഇൻ ജൂലൈ 1991 ഇന്ത്യ ഫോഴ്സ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ എക്കണോമിക് പോളിസി ബേസ്ഡ് ഓൺ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. 1991 ജൂലൈയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിൽ അധിഷ്ഠിതമായ പുത്തൻ സാമ്പത്തിക നയം നടപ്പാക്കാൻ ഇന്ത്യ നിർബന്ധിതമായി. ഇനി ചോദ്യങ്ങൾ ഇതാണ്. ഡിസ്കസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ എക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ. ഫസ്റ്റ് വീഡിയോ, ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങളിത് എഴുതാനായിട്ട് കാണേണ്ടത്. ദെൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഇൻ വിച്ച് ലിബറലൈസേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് സിൻസ് 1991. പിന്നെ ചോദിച്ചിരിക്കുന്നത് ലിബറലൈസേഷൻ പോളിസി പ്രകാരം ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്നുള്ളത് വിശദമാക്കുക. ആദ്യത്തെ അതായത് ക്വസ്റ്റ്യൻ എക്ക് 4 മാർക്ക്, ക്വസ്റ്റ്യൻ ബിക്ക് 4 മാർക്ക്, ഇങ്ങനെയായിരിക്കും വാല്യൂ പോയിന്റ്സ് നമുക്ക് തരുന്നുണ്ടാവുക. ബാക്ക്ഗ്രൗണ്ടിന്റെ വീഡിയോ കണ്ട് അത് പഠിച്ചാൽ മതി, കാരണം ലിബറലൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ കിട്ടി, ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നോക്കിയേ, മാർച്ചിൽ വന്ന ചോദ്യമാണ്. 2019 മാർച്ചിലെ എക്കണോമിക് ഗ്രോത്ത് വിത്തൗട്ട് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതെയുള്ള സാമ്പത്തിക വളർച്ചയെ പറയുന്ന പേരെന്താണ്? അണ്ടർ എംപ്ലോയ്മെന്റ്, അതായത് അപൂർണമായ തൊഴിലവസ്ഥയാണോ? ജോബ്ലെസ് ഗ്രോത്ത്, തൊഴിലില്ലാത്ത വളർച്ചയാണോ? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, പ്രച്ഛന്നമായ തൊഴിലില്ലായ്മയാണോ? നൺ ഓഫ് ദീസ്, ഇവയൊന്നുമല്ല. ഏതാണ് ഓർമ്മയുണ്ടോ? ജോബ്ലെസ് ഗ്രോത്ത്. നമ്മളൊരു സെന്റൻസിൽ പറയുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, പക്ഷെ എന്താന്ന് വെച്ചാല് ഇനി നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കണം. കാരണം നമ്മുടെ ചാപ്റ്റേഴ്സ് 10 ചാപ്റ്ററിൽ നിന്ന് 4 ചാപ്റ്റർ ആക്കി വെട്ടി കുറച്ചിരിക്കുകയാണ് ഇന്ത്യൻ എക്കോണമിയിൽ. അപ്പൊ അതിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ നിങ്ങളുടെ അറിവിലേക്കായിട്ടൊരു കാര്യം കൂടി പറയുന്നത്, കഴിഞ്ഞ ദിവസം വെറുതെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വെറുതെ നോക്കി ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് എത്ര മാർക്കിന് ഈ പേപ്പറിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് അത് ഫോക്കസ് ഏരിയ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നല്ല, നോർമൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അതില് 44 45 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഫോക്കസ് ഏരിയ ഉള്ള ഭാഗത്തു നിന്നാണ്. 44 മാർക്കാന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇനി നമുക്ക് വരുന്ന എക്സാമിന് ഈ ഫോക്കസ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് 44 എന്നുള്ളതിന് പകരം 120 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരാൻ പോണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ചിലപ്പോൾ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് അതിൽ നിന്ന് കിട്ടും. അത്രയും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടീച്ചർ അതൊക്കെ പറഞ്ഞു തന്നതാണ്. ഈ 160 ഈ ഡിഫറൻസ് 40 മാർക്കിനുള്ള ചോദ്യം മാത്രമേ എവിടെ നിന്ന് വരുള്ളൂ? നിൽ എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം എവിടെ നിന്നാണ്? ഫോക്കസ് നിന്നാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാകുമോ, ഫുൾ മാർക്ക് കിട്ടുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ ആവുക വേണ്ട കേട്ടോ. നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ മനസ്സിലായല്ലോ. ജോബ്ലെസ് ഗ്രോത്ത് ആണ്, തൊഴിലില്ലാത്ത വളർച്ച. അടുത്ത ചോദ്യം ഇതായിരുന്നു, 3 മാർക്കിന്റെ ചോദ്യമാണ്. നെയിം the foreign trade policy adopted by India during 1950-1990. ഏതാണ്? വിദേശകാര്യ നയത്തിന്റെ പേരെഴുതുക. Then identify the policy instruments to protect the domestic industries. നമ്മുടെ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ച നയ ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? 3 മാർക്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. എന്ത് മനസ്സിലാവുന്നുണ്ട്? അതായത് കഴിഞ്ഞ ഈ ചാപ്റ്ററിന്റെ വീഡിയോ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും ചെയ്യാൻ പറ്റും. ഓക്കെ,
നോക്കുക അടുത്തത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ഇമ്പാക്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുണ്ടായ അനന്തരഫലങ്ങൾ വിമർശനാത്മകമായി വിലയിരുത്തുക. ക്രിട്ടിക്കൽ അസസ്മെന്റ് നമ്മൾ കണ്ടതാണ് അല്ലെ, ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അതിന്റെ ക്രിട്ടിക്കൽ അസസ്മെന്റിന്റെ ഭാഗം ലാസ്റ്റ് വീഡിയോയിലുണ്ട്, അപ്പൊ അത് നോക്കി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഇത് 2018 ഇംപ്രൂവ്മെന്റ് ചോദ്യമായിരുന്നു. The government of India started an economic reforms in 1991. 1991 ഇന്ത്യ സാമ്പത്തിക പരിഷ്കാരം തുടങ്ങിയത്. After 25 years of its inception, being a student of economics, analyze the impact of economic reforms in the sectors of agriculture and industry in India. 25 വർഷത്തിന് ശേഷം സാമ്പത്തിക പരിഷ്കാരത്തെ വിലയിരുത്തുമ്പോൾ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഉണ്ടായ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വിലയിരുത്തുക. നേരത്തെ ചോദിച്ച അതേ ചോദ്യം. നേരത്തെ ചോദിച്ചത് എന്താണ്? ക്രിട്ടിക്കലി അസസ് ചെയ്യാനായിരുന്നു. ഇത് പക്ഷെ എന്തൊക്കെ റീഫോംസ് ആണ് വരുത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Then മാർച്ച് 2018 വന്ന ചോദ്യമാണ്. We learned that India implemented new economic policy in 1991. It affected all sectors of our economy on this basis. 1991 ഇന്ത്യ സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കി എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ പരിഷ്കരണ നടപടികൾ എല്ലാ മേഖലകളെയും ബാധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ഇതാണ്. ലിസ്റ്റ് ഔട്ട് ആൻഡ് അനലൈസ് ദ റീഫോം മെഷേഴ്സ് അഡോപ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ഫിനാൻഷ്യൽ സെക്ടേഴ്സ്. റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ ചോദ്യങ്ങൾ? അപ്പൊ ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ തന്നെ പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. കാർഷിക, വ്യാവസായിക, ധനകാര്യ മേഖലകളിൽ നടപ്പിലാക്കിയ പരിഷ്കാര നടപടികൾ വിശകലനം ചെയ്യുക. നെക്സ്റ്റ്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ഇമ്പാക്ട് ഓഫ് ദീസ് റീഫോംസ് ഇൻ ദ മെഷേഴ്സ് ഓഫ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടേഴ്സ്. എന്തൊക്കെ റീഫോംസ് ആണ് വരുത്തിയത് എന്നുള്ളത് എഴുതുക. അതിനുശേഷം അതിന്റെ ക്രിട്ടിക്കൽ ഇവാലുവേഷനും കൂടി എഴുതുക. ഇതെല്ലാം ടീച്ചർ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കി പഠിക്കാം. ദെൻ 2017 മാർച്ചിലെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ചോദ്യം. നെയിം ദ ഔട്ട്കം ഓഫ് ദ 2 പോളിസി സ്ട്രാറ്റജീസ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നീ 2 നയപരമായ തന്ത്രങ്ങൾ സൃഷ്ടിച്ച അനന്തരഫലത്തിന്റെ പേരെന്ത്? ഏതാ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണത്. എന്താണ്? ഗ്ലോബലൈസേഷൻ അല്ലെ, ആഗോളവൽക്കരണം. Do you think that Indian agricultural sector was adversely affected by the reform process? Justify. നിങ്ങൾ കരുതുന്നുണ്ടോ പരിഷ്കാര പ്രക്രിയ ഇന്ത്യൻ കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പൊ നമുക്ക് ആ ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ഭാഗം നോക്കിയാൽ മതി. അഗ്രികൾച്ചർ സെക്ടറിൽ അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് സംഭവിച്ചത് എന്നുള്ളത് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട്. ഓക്കെ. Then 2017 ഇംപ്രൂവ്മെന്റിൽ ചോദിച്ച ചോദ്യം. എക്സ്പ്ലെയിൻ ദ മെഷേഴ്സ് അഡോപ്റ്റഡ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. കാർഷിക വിപണനം മെച്ചപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയ നടപടികൾ. ഇത് വേറെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അത് നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1995. 1995 ആരംഭിച്ച അന്താരാഷ്ട്ര സ്ഥാപനം ഏതാണ്? WTO. WTO ആണ് 1995 ആരംഭിച്ചത്. ഇത് ഏതിന്റെ പിൻഗാമിയാണ്? ഗാട്ടിന്റെ പിൻഗാമിയാണ് WTO. ഗാട്ട് ഏത് വർഷമാണ്? 1948. ഈ 2 വർഷം ഈ ചാപ്റ്ററിൽ ഓർത്ത് വെക്കണം. ഓക്കെ. മറ്റൊരു ചോദ്യം. കുടുംബശ്രീ ഇൻ കേരള ഈസ് എ. കേരളത്തിലെ കുടുംബശ്രീ എന്നുള്ളത് എന്താണ്? പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം ആണോ? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആണോ? വുമൺ എംപവർമെന്റ് പ്രോഗ്രാം ആണോ? ഓൾ ഓഫ് ദീസ് ആണോ? ഏതാണ്? സ്വയം സഹായ സംഘമാണ് അല്ലെ കുടുംബശ്രീ യൂണിറ്റുകൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം 2016 ഇംപ്രൂവ്മെന്റ് പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ്. ഇന്ത്യ ഈസ് എമർജിംഗ് ആസ് എ മേജർ ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്ത്യ ഇൻ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു ബാഹ്യോൽപാദന കേന്ദ്രമായി വളരുകയാണ്. അത് ഔട്ട്സോഴ്സിംഗിന്റെ ആ പാരഗ്രാഫ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് ചോദിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് അത് എഴുതാം. കാരണം ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. 3 മാർക്കിന്റെ ചോദ്യം മാക്സിമം അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. പക്ഷെ ഇപ്പോ ഈ ഫോക്കസ് ഏരിയയിലുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു 5 മാർക്കിന് വരെ മേ ബി ചോദിച്ചേക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കി. ONGC ഈസ് എ നവരത്ന കമ്പനി. ട്രൂ ഓർ ഫോൾസ്? ട്രൂ അല്ലേ? അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ONGC കമ്പനികൾ. ONGC അല്ല, അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നവരത്ന കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി വെക്കണം. ഇങ്ങനെ ഉള്ളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും 1 വേർഡിലെ.
2016 മാർച്ചിൽ ചോദിച്ച ചോദ്യം, ഐഡന്റിഫൈ ദ വേരിയസ് ഫേവറബിൾ കണ്ടീഷൻസ് പ്രിവൈലിംഗ് ഇൻ ഇന്ത്യ വിച്ച് മേക്ക് ഔട്ട്സോഴ്സിംഗ് പോസിബിൾ. ഔട്ട്സോഴ്സിംഗ് സാധ്യമാക്കുന്നതിന് ഇന്ത്യക്ക് അനുകൂലമായ ഘടകങ്ങൾ തിരിച്ചറിയുക. വീണ്ടും ഔട്ട്സോഴ്സിംഗ് വന്നിരിക്കുന്നു. 2015 ഇംപ്രൂവ്മെന്റിന് ചോദിച്ച ചോദ്യമാണ്, if the companies in developed countries stop outsourcing to India, it will be a heavy loss to the Indian youth. Explain. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കാരണം നമ്മുടെ രാജ്യമാണ് ഔട്ട്സോഴ്സിംഗിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്, അല്ലെ? വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും നമ്മുടെ രാജ്യത്ത് നിന്ന്. അത് തന്നെ കാരണം. അപ്പോൾ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് എഴുതാം. Then the plot of Malayalam film Midunam revolves around the struggles of the hero to get necessary licenses as required to commence a biscuit company. This was the general condition of all businessmen in India before 1991. Critically evaluate the policies of Government of India on industrial development during 1950 to 1990. 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ വ്യാവസായിക നയങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക. അവിടെ മിഥുന സിനിമയുടെ കാര്യമൊക്കെ പറയുന്നത് മക്കൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ടീച്ചർക്ക് അറിയില്ല. കുറച്ച് പഴയ സിനിമയാണ്, മോഹൻലാലിന്റെ സിനിമയാണ്. ഭയങ്കര തമാശയുള്ള ഒരു പടമാണ്. ഈ പറഞ്ഞ പോലെ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി ലൈസൻസ് കിട്ടാൻ ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങി നടന്ന് കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരന്റെ സിനിമയാണ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ 1950 to 1990 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു പരിധി വരെ എല്ലാവരുടെയും ഇതുപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ന്യൂ എക്കണോമിക് പോളിസി വന്നപ്പോഴാണ് കുറെ കാര്യങ്ങൾ ലിബറലൈസേഷൻ കൊണ്ടുവന്നത്, അല്ലെ? അപ്പൊ ഇവിടെ 1590 ഇടയിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ബുദ്ധിമുട്ടിയിരുന്നത്, അത് കൃത്യമായിട്ട് അറിയാൻ ഗവൺമെന്റ് പബ്ലിക് സെക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ലൈസൻസ് നിർബന്ധമായിരുന്നു. അത് ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. മാർച്ച് 2015 റൈറ്റ് ദ എക്കണോമിക് ടേം പ്രൈവറ്റൈസേഷൻ ഓഫ് public sector undertakings by selling off part of the equity of public sector undertaking to the public. എന്താണ് അതിനെ പറയാ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന പ്രക്രിയ എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് 1 വേർഡ് ആയിട്ടും 2 മാർക്കിനും ചോദിക്കാറുണ്ട്. 1 വേർഡ് ആയിട്ട് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദ്യം ചോദിച്ചേക്കാം. While explaining the features of globalization, your economics teacher says outsourcing is one of the important outcomes of the globalization process. Examine how outsourcing helps Indian economy. വീണ്ടും ഔട്ട്സോഴ്സിംഗ് വന്നിരിക്കുകയാണ്. അപ്പൊ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു നോക്കിയ ചോദ്യം. അടുത്ത ചോദ്യം 2014 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചതാണ്. Find the main areas and measures adopted by the government of India to liberalize the Indian economy in 1991. ലിബറലൈസേഷന്റെ ചോദ്യമാണ് വീണ്ടും വന്നിരിക്കുന്നത്. 6 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു കുറച്ച് പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കിപ്പോ 6 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാറില്ല, മേ ബി 5 മാർക്കിന് ചോദിക്കും. അടുത്ത ചോദ്യം, the WTO was founded in 1995 as the successor organization to the GATT. ശരിയാണോ? ഗാട്ടിന് പകരം ലോക വ്യാപാര സംഘടന നിലവിൽ വന്നു. ടീച്ചർ നേരത്തെ പറഞ്ഞതല്ലേ? കറക്റ്റ് അല്ലേ? ട്രൂ ആണ് കേട്ടോ. ഓക്കെ, ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതില് ഏതാണ് ഓഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് കണ്ടെത്തുക. ഗ്ലോബലൈസേഷൻ, സോഷ്യലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ. ഏതാണ് സോഷ്യലൈസേഷൻ. ബാക്കിയെല്ലാം ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമാണ്, അല്ലെ? ഓക്കെ, then briefly assess 2013 ഇംപ്രൂവ്മെന്റിന്റെ ചോദ്യം. ബ്രീഫ്ലി അസസ് ദ ഇമ്പാക്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി ഓൺ ഇന്ത്യൻ എക്കോണമി. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഷോർട്ട് ആക്കി എഴുതാം. വലിച്ചു വാരി എസ് എഴുതുന്ന പോലെ തന്നെ നിങ്ങൾ എഴുതി സമയം കളയരുത്. എപ്പോഴും ആൻസർ എഴുതുമ്പോൾ എത്ര മാർക്കിന്റെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് നോക്കി അതിനനുസരിച്ച് അക്യുറേറ്റ് ആയിട്ട് എഴുതാൻ നോക്കുക കേട്ടോ. 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഒരുപാട് വലിച്ചു വാരി എഴുതൊന്നും വേണ്ട, ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതിയോ. Then India has certain advantages which make it a favorite outsourcing destination. വീണ്ടും ഔട്ട്സോഴ്സിംഗ് വന്നിരിക്കുകയാണ്. ഈ മേഖലയിൽ ഇന്ത്യക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്? 2 മാർക്കിന്റെ ചോദ്യം. അപ്പൊ ഔട്ട്സോഴ്സിംഗ് എന്തായാലും പഠിച്ചിരിക്കണം, ലിബറലൈസേഷൻ പഠിച്ചിരിക്കണം,
ചുരുക്കി പറഞ്ഞ ഈ ചാപ്റ്റർ മൊത്തത്തിൽ പഠിച്ചിരിക്കണം. നമുക്ക് ഫോക്കസ് ഏരിയ കിട്ടിയ ചാപ്റ്റേഴ്സ് എല്ലാം നന്നായിട്ട് അങ്ങ് പഠിച്ചോളൂ. 19 ചാപ്റ്ററിനകത്ത് 9 ചാപ്റ്ററായി കുറച്ചിരിക്കണം എന്ന് പറയുമ്പോൾ അത് ആ ചാപ്റ്റേഴ്സ് പഠിച്ചില്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ നമുക്ക് ടീച്ചർ വീഡിയോസ് ഒക്കെ ചെയ്തു തരാം, അതൊക്കെ നോക്കി പഠിക്കണം കേട്ടോ. 2013 മാർച്ചിൽ ചോദിച്ച ഒരു ചോദ്യം, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റീസെന്റ് ഡിസൈഡഡ് ടു സെൽ ദ ഷെയർസ് ഓഫ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഡു യു തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ഫോം ഓഫ് പ്രൈവറ്റൈസേഷൻ? നെയിം ഇറ്റ് അതർ ഫോംസ്. ഇത് ഒരു തരം പ്രൈവറ്റൈസേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രൈവറ്റൈസേഷൻ ഉള്ള മറ്റു രീതികൾ എന്തെല്ലാമാണ്? വളരെ വ്യക്തമായിട്ട് പോയിന്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എങ്ങനെയാണ് 2 മെത്തേഡുകൾ ഉണ്ട്, അത് രണ്ടുമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് കേട്ടോ. Then globalization is a strategy of developed countries to expand their markets in other countries. Do you agree with this statement? Justify. ആഗോളവൽക്കരണം എന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ വിപണി വർദ്ധിപ്പിക്കാനുള്ള വികസിത രാജ്യങ്ങളുടെ തന്ത്രമാണ്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉത്തരം ന്യായീകരിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എഴുതുക. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നതെന്നും കൂടി എഴുതണേ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് 2012 മുതൽ 2020 ഇംപ്രൂവ്മെന്റ് എക്സാം വരെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിയപ്പോ ഏറ്റവും കൂടുതലായി ചോദിച്ചു കണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ഔട്ട്സോഴ്സിംഗ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ലിബറലൈസേഷൻ ചോദിച്ചിട്ടുണ്ട്, ഗ്ലോബലൈസേഷൻ ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഈ LPG സിസ്റ്റം, അതായത് 1991 ന്യൂ എക്കണോമിക് പോളിസി എസ്എ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ എസ്എ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം ആൻസർ ചെയ്യാം അല്ലെ. ന്യൂ എക്കണോമിക് പോളിസി റിഫോംസ് എന്നുള്ളത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലിബറലൈസേഷനെ പറ്റി ചോദിച്ചാലും ഔട്ട്സോഴ്സിങ്ങിനെ പറ്റി ചോദിച്ചാലും എല്ലാത്തിന്റെ വൺ വേർഡ് ആയാലും വരെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്തുകൊണ്ടാണ് ഈ ന്യൂ എക്കണോമിക് പോളിസി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ അത് വേറിട്ട് പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് എന്താ? ക്രിറ്റിസിസം പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ അടുത്ത വീഡിയോ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കണേ. ഓരോ ക്വസ്റ്റ്യനും എടുക്കുക, അതിന്റെ ആൻസർ എഴുതി വെച്ച് പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല, പോയിന്റ് ആയിട്ട് എഴുതിയിട്ട് പഠിച്ചോളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം. ഓക്കെ, ബൈ.